ഹായ് ഫ്രണ്ട്സ്, മെൻ്റൽ എബിലിറ്റി എന്ന സെക്ഷനിലെ പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്സ് സയൻസ് അഥവാ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, അതിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 8+8+8 അത് ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പുറത്ത് ഡിവൈഡഡ് ബൈ 8 കൊടുത്തിട്ടുണ്ട്. ഹോൾ ഡിവൈഡഡ് ബൈ 5+5+5 ഡിവൈഡഡ് ബൈ 5. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കറിയാം ബോഡ് മാസ് അനുസരിച്ച് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏത് ഓപ്പറേഷനാണ്? ബ്രാക്കറ്റ് അല്ലെ. ബ്രാക്കറ്റ് എന്തെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റ് വേണം ആദ്യം ചെയ്യാൻ. ബ്രാക്കറ്റിന്റെ അകത്ത് കിടക്കുന്നത് ആദ്യം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ചെയ്യാവും. അപ്പൊ അതനുസരിച്ച് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ന്യൂമറേറ്ററിൽ എന്തുണ്ട്? ബ്രാക്കറ്റ് ഉണ്ട് അല്ലെ, ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പൊ അത് ആദ്യം എന്ത് ചെയ്യുക. അപ്പൊ 8+8+8 എന്തായിരിക്കും ആൻസർ? 8 × 3 തന്നെയാണ് 8+8+8 എന്ന് പറയുന്നത് അല്ലെ. ദാറ്റ് ഈസ് 24 എന്ന് കിട്ടും. സോ നമുക്ക് ക്വസ്റ്റ്യൻ അത് എഴുതാം. 8+8+8 ഡിവൈഡഡ് ബൈ 8 ഹോൾ ഡിവൈഡഡ് ബൈ 5+5+5 ഡിവൈഡഡ് ബൈ 5. അപ്പൊ ന്യൂമറേറ്ററിലാണ് ബ്രാക്കറ്റ് ഉള്ളത്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് 8+8+8 24 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 8. ഇനി നിങ്ങൾ ന്യൂമറേറ്ററിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അഡീഷനും ഡിവിഷനുമാണ് ഉള്ളത്. ഇവിടെ ഡിവിഷൻ ആണ് കേട്ടോ, ആഡ് ആയിട്ട് എടുക്കരുത്, ഡിവിഷൻ ആണ്. അപ്പോൾ അഡീഷനും ഡിവിഷനും തരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏതാണ്? ഡിവിഷൻ അല്ലെ. അപ്പൊ ഡിവിഷൻ ചെയ്തിട്ട് അഡീഷൻ ചെയ്യാവൂ. അപ്പൊ ഇവിടെ കിടക്കുന്ന ഡിവിഷനും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കൂട്ടത്തിൽ ചെയ്തു പോവുക. അപ്പൊ 5+5+5 ഡിവൈഡഡ് ബൈ 5. സെയിം നമ്പറിന്റെ ഡിവിഷൻ വന്ന വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. സോ 5+5+1 എന്ന് വരും ഡിനോമിനേറ്റർ. ഇനി 24 ഡിവൈഡഡ് ബൈ 8 ന്യൂമറേറ്റർ ചെയ്യുമ്പോൾ 24നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 3 എന്ന് കിട്ടും അല്ലെ. കാരണം 8 × 3 ആണ് 24. സോ ആൻസർ 3 എന്ന് വരും. ഇനി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താ വരിക? 5+5+1 അഡീഷൻ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പോൾ എല്ലാം മൂന്നും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 5+5 10, 10+1 11 എന്ന് കിട്ടും. സോ 3/11 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് ഓപ്പൺ ബ്രാക്കറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഡിനോമിനേറ്ററിലുള്ള ഡിവിഷൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെപ്പറേറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്